കണ്ട ഇന്ന് നമുക്കേ എന്തെങ്കിലും കഴിക്കാനായിട്ട് നോക്കിയതാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും കുറച്ച് ബാക്കിയിരിക്കുന്നുണ്ട്, ഐസ്ക്രീമിൻ്റെയും കേക്കിൻ്റെയും. അപ്പോൾ നമ്മളായിട്ടൊന്ന് കണ്ടുപിടിച്ച ഒരു സാധനം ഉണ്ടാക്കാൻ പോവാണ്. ഫ്രൂട്ട് കട്ടിങ്, എന്തെന്നാ മിക്സ് ഫ്രൂട്ട് കട്ടിങ് എന്ന് പറയാം, ഫലൂഡ എന്ന് പറയാം, എന്താണെങ്കിലും പറയട്ടാ. അതിപ്പോൾ ഞാൻ ഉണ്ടാക്കി കാണിക്കട്ടാ. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ നമുക്ക് കിട്ടണ ബാക്കി വന്ന സാധനം, മാസാവസാനമല്ലേ ബാക്കി വന്ന എല്ലാ സാധനങ്ങളും. കുറച്ച് കേക്ക് ഉണ്ട്, കുറച്ച് ബനാന കട്ട് ചെയ്തതുണ്ട്. നമ്മളങ്ങനെയാണ്, എല്ലാ സാധനങ്ങളും അങ്ങനെയാണ്. കുറച്ച് പപ്പായ പഴുത്തത്, പഴുപ്പാളി, കിട്ടണതൊക്കെ ഇടുക. പിന്നെ നമ്മൾ ഇടാൻ പോണത് ഐസ്ക്രീമാണ് കേട്ടോ. അത് വെളിയിൽ വെച്ചിട്ട് മെൽറ്റായി. കുറച്ച് നേരമായി ഞാനെടുത്ത് പുറത്ത് വെച്ചിട്ട് കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു, മെൽറ്റാകാൻ വേണ്ടി വെച്ച്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം, നല്ല സൂപ്പറായിട്ട് മിക്സ് ചെയ്യാം. നല്ല ടേസ്റ്റായിട്ടാണ്. ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബാക്കി വരുന്നതൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കും, ഫ്രൂട്ട്സ് നട്ട്സ് ഒക്കെ ഇട്ടിട്ട്. എന്നിട്ട് ലാസ്റ്റ് നമ്മുടെ ഇതുണ്ടല്ലോ പോമഗ്രാനൈറ്റ്, മാതളം, ഇതിങ്ങനെ ഇട്ട് കൊടുക്കുക. എന്തോരം വേണമെങ്കിലും ഇട്ടോ, ഭംഗിക്കൊന്നല്ല ഇടുന്നത്, നമ്മളിത് കഴിക്കാനാണ് ഇടുന്നത്. അപ്പോൾ നമ്മൾ എന്തോരം വേണമെങ്കിലും ഇടുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. അതിങ്ങനെ ഉണ്ടാക്കി കഴിച്ച് നോക്കട്ടെ. കേക്കൊക്കെ കിട്ടുമ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി കഴിച്ച് നോക്ക്. ഇത് വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. ബാക്കി ഉണ്ടാകുമ്പോൾ ഇതൊക്കെ ചെയ്യും. പിന്നെ നമ്മുടെ ബദാമും അണ്ടിപ്പരിപ്പും മിക്സ് ചെയ്തത് കുറച്ച് ലാവിഷായിട്ട് ഇട്ടോ. അത് കൊടുക്കാളൊന്നുമല്ല, നമുക്ക് കഴിക്കാളല്ല. നമ്മൾ കടയിൽ കച്ചവടത്തിന് വെച്ചിട്ടുള്ളതൊന്നുമല്ല. എന്നിട്ട് ഇതിങ്ങനെ, ഇത് തണുപ്പുണ്ട്, അതായത് ഇനി തണുപ്പിക്കൊന്നും വേണ്ട. തണുപ്പില്ലെങ്കിൽ നമുക്ക് തണുപ്പിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അവസാന ലുക്ക്. മാതളം ഞാൻ മിക്സ് ചെയ്തോണ്ടിട്ടാ, അല്ലെങ്കിൽ ഇങ്ങനെ കാണാണ്ട. നല്ല ഫലൂഡ എന്ന് പറയാം, നല്ല ടേസ്റ്റുള്ളൊരു സാധനം. അപ്പം നിങ്ങളെല്ലാവരും ഇതുമാതിരി ട്രൈ ചെയ്ത് കഴിച്ച് നോക്കുക. എന്നിട്ട് എന്നോട് കമൻറ്റിൽ വിവരം പറയും കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ. നല്ല ടേസ്റ്റാണ് ഞാൻ